ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ തണ്ടർ തെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ദൃശ്യം 3 ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ദാ വൈകുന്നേരം ആശീർവാദ് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ മാസമാണ് ഷൂട്ട് തുടങ്ങുന്ന അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും അതങ്ങ് ആരംഭിച്ചു. സോഷ്യൽ മീഡിയയ്ക്ക് തീ കൊളുത്താനുള്ളതായി. മലയാളത്തിൽ ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സിനിമകളിലൊന്നായിരിക്കും ദൃശ്യം 3. എനിക്ക് തോന്നുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ദൃശ്യം 2 ഇറങ്ങിയ സമയത്ത് തന്നെ 2021 തന്നെ ജിത്തു ജോസഫ് പറഞ്ഞാണ് ഇതിനൊരു 3 ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന്. പുള്ളി പറഞ്ഞത് ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാകില്ല, അങ്ങനെ ഒരു പോസിബിലിറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്തായാലും ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഒക്ടോബറിന് ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും അടുത്ത കൊല്ലമായിരിക്കും മിക്കവാറും ഇറങ്ങുക. കാരണം ഡിസംബറിൽ ഇറങ്ങുമെന്ന് ഇങ്ങനെ സൂചന ഉണ്ടായിരുന്നു. പക്ഷേ ചാൻസ് കുറവാണ്. കാരണം ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങിയ ഒരു മിക്കവാറും അടുത്ത കൊല്ലം ഫസ്റ്റ് ആയിരിക്കും, ഒരു തുടക്കത്തിലൊക്കെ കാണുമായിരിക്കും. അതേപോലെ തന്നെ ഹിന്ദിയിലെ ദൃശ്യം 3 അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതായിരിക്കും ആദ്യം ഇറങ്ങുമെന്നാണ്. പക്ഷേ ഇത് ഇപ്പം മിക്കവാറും നമ്മുടെ തന്നെ ആയിരിക്കും ആദ്യം ഇറങ്ങുക. ഇന്ത്യൻ സിനിമയിൽ തന്നെ, ചിലപ്പോൾ ലോക സിനിമയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സംഭവം. അതായത് ഒരേ പേരിൽ, അതായത് നമ്മുടെ സിനിമയുടെ റീമേക്കാണ് അവർ ചെയ്തത്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും റീമേക്ക് തന്നെയാണ് അവർ ചെയ്തത്. അപ്പോൾ തേർഡ് പാർട്ടിലേക്ക് വന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ടൊരു സിനിമ, അതും അടുപ്പിച്ച് മിക്കവാറും അടുത്ത കൊല്ലം തന്നെയൊക്കെ അവർ ഇറക്കുക. ഒരേ വർഷം തന്നെ രണ്ട് ഇൻഡസ്ട്രിയിൽ ഒരേ പേരിൽ സിനിമ ഇറങ്ങുക. ലോക സിനിമ തന്നെ ആദ്യമായിട്ടായിരിക്കും. എന്തായാലും അതൊരു ഒന്നൊന്നര സംഭവം തന്നെയായിരിക്കും. അപ്പോൾ എത്ര പേരാണ് ദൃശ്യം 3ക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളുടെ എല്ലാവരെയും വിലയേറിയ അഭിപ്രായങ്ങൾ പറയാം. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.